ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്രമ്പലച്ചൻ. അന്ന് രാത്രി ഞാൻ ദൈവമാതാവിനോട് ചോദിച്ചു, ഞാൻ എന്തായിത്തീരണം? 2 കിരീടങ്ങൾ എന്നെ കാണിച്ചു തന്നു പരിശുദ്ധ കന്യകാമറിയം. ഒന്ന് വെളുത്തത്, മറ്റത് ചുമന്നത്. വെളുത്തത് തിരഞ്ഞെടുത്താൽ ഞാൻ ശുദ്ധതയിൽ ജീവിക്കണം എന്നാണ് സന്ദേശം. ചുമന്നത് തിരഞ്ഞെടുത്താലോ രക്തസാക്ഷിയാകണം. ഞാൻ പറഞ്ഞു, എനിക്ക് 2 കിരീടങ്ങളും വേണം. ആരാണ് ഇങ്ങനെ പറഞ്ഞ ആള്? പോളണ്ടിൽ നിന്നുള്ള വിശുദ്ധൻ, വിശുദ്ധ മാക്സിമില്യൻ മരിയ കോൾബെ, ഫ്രാൻസിസ്കൻ സന്യാസ വൈദികൻ. പോളണ്ടിലെ ജുങ്കവോള എന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പൻ ജർമ്മൻകാരൻ, അമ്മ പോളണ്ടുകാരി. 1907 കോൾബെയും ജ്യേഷ്ഠ സഹോദരൻ ഫ്രാൻസിസും ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽ ചേർന്നു. സഭാവസ്ത്രം സ്വീകരിച്ചപ്പോൾ കോൾബെ സ്വീകരിച്ച പേരാണ് മാക്സിമില്യൻ. നിത്യവ്രത വാഗ്ദാനം ചെയ്തപ്പോൾ പോളണ്ട് രാജ്യത്തിൻ്റെ മധ്യസ്ഥയായ മറിയത്തിൻ്റെ പേരും സ്വീകരിച്ചു. അങ്ങനെയാണ് മാക്സിമില്യൻ മരിയ കോൾബെ. 1912-15 കാലയളവിൽ റോമിലെ ഗ്രിഗോറിയൻ കലാലയത്തിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. 1922 ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടി. 1930-36 കാലയളവിൽ ചൈനയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയി. പിന്നെ ജപ്പാനിലേക്ക് പോയി. നാഗസാക്കിയുടെ സമീപം ഒരു ആശ്രമം സ്ഥാപിച്ചു. ബോംബ് വീണ സ്ഥലം. 2ാം ലോകമഹായുദ്ധ സമയത്ത് നാഗസാക്കിയിൽ ബോംബിട്ടെങ്കിലും കോൾബെ സ്ഥാപിച്ച ആശ്രമത്തിന് കേടുപാടുകളുണ്ടായില്ല. 1932 കോൾബെ ഇന്ത്യയിലേക്ക് പോയി. അവിടെ സ്ഥാപിച്ച ആശ്രമം പിന്നീട് അടച്ചുപൂട്ടി. 1936 കോൾബെ പോളണ്ടിലേക്ക് തിരിച്ചു പോയി. 1938 അദ്ദേഹം ഒരു കത്തോലിക്ക റേഡിയോ സ്റ്റേഷൻ തുടങ്ങി. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ടാണ് 2ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ കോൾബെ ഒരു താൽക്കാലിക ആശുപത്രി ആരംഭിച്ചു. 1939 സെപ്റ്റംബറിൽ കോൾബയെ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളം അറസ്റ്റ് ചെയ്തു. എന്നാൽ ഡിസംബറിൽ വിട്ടയച്ചു. അദ്ദേഹം വീണ്ടും അഭയാർത്ഥികളെ സഹായിക്കാൻ, യുദ്ധം മൂലം ഉണ്ടായ അഭയാർത്ഥികളെ സഹായിക്കാൻ മുന്നിട്ട് വന്നു. അഭയാർത്ഥികളിൽ 20 യഹൂദന്മാരുണ്ടായിരുന്നു. നാസികൾക്കെതിരെയുള്ള പ്രചാരണം കോൾബെ പത്രമാസികകളിൽ നടത്തിക്കൊണ്ടിരുന്നു. 1941 ഫെബ്രുവരി 17 ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസായ ഗെസ്റ്റാപ്പോ കോൾബയെ അറസ്റ്റ് ചെയ്തു. മെയ് 28 പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പായ ഔട്ട്സ്വിറ്റ്സിലേക്ക് മാറ്റി. 16,670 നമ്പർ തടവുകാരൻ. കാരാഗ്രഹത്തിലും വൈദിക സേവനം തുടർന്ന കോൾബയെ കാത്തിരുന്നത് വർണ്ണനാതീതമായ പീഡനങ്ങളാണ്. ജൂലൈ മാസത്തിലെ 3 തടവുകാരെ കാണാതായി. ഗെസ്റ്റാപ്പോയുടെ ക്യാമ്പ് ഡ്യൂട്ടിയായിരുന്ന കാൾ ഫ്രിറ്റ്സ് വേറെ 10 തടവുപുള്ളികളെ തിരഞ്ഞെടുത്ത് ഭൂഗർഭ അറയിൽ പൂട്ടിയിട്ടു, പട്ടിണിക്കിട്ടു. വേറെ ആരും തടവ് ചാടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലായിരുന്നു അത്. 10 പേരിൽ ഒരാളായ ഫ്രാൻസിസ് ഗയോനിച്ചക് ഉച്ചത്തിൽ കരഞ്ഞു. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്. അദ്ദേഹം കരയാണ്. ആ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിന് പകരം മരിക്കാനായിട്ട് കോൾബെ മുന്നോട്ട് വന്നു. ഓരോ പ്രാവശ്യം പാറാവുകാർ ജയിലറയിൽ വന്ന് നോക്കുമ്പോഴും കോൾബെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത്. ആ മുറി, ഔഷധത്തിലെ ആ മുറി, അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന മുറി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു കെടാവിളക്ക് വെച്ചിരിക്കുകയാണ്, എപ്പോഴും കത്തുന്ന ഒരു വിളക്ക്. വെള്ളവും ഭക്ഷണവും കിട്ടാതെ 9 പേരും മരിച്ചു. പക്ഷെ കോൾബെ മാത്രം ജീവനോടെ ഇരുന്നു. പാറാവുകാർക്ക് ക്ഷമയില്ല. അവർക്ക് ജയിലറ കാലിയാക്കണമായിരുന്നു. അതിനാൽ അവർ കോൾബയുടെ ശരീരത്തിൽ കാർബോളിക് ആസിഡ് കുത്തിവെച്ചു. പരിശുദ്ധ കന്യകാമറിയെ തന്നെ മോക്ഷക്കരട്ട് തിരുനാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവർ ഗ്യാസ് ചേംബറിലിട്ട് ദഹിപ്പിച്ചു. 1969 പോൾ ആറമ്മൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1982 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും നാമകരണം ചെയ്തു. നാമകരണ പ്രഖ്യാപനത്തിൽ ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെ: സ്നേഹത്തിൻ്റെ രക്തസാക്ഷി.
മറ്റൊരാൾക്ക് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ പ്രാണൻ കൊടുത്ത രക്തസാക്ഷി. മയക്കുമരുന്നുകൾ കഴിക്കുന്നവർ, അങ്ങനെ രോഗം വന്നവർ, തടവ് പുള്ളികൾ എന്നിവരുടെയൊക്കെ മധ്യസ്ഥനായിട്ട് ഈ വിശുദ്ധനെ വെച്ചിരിക്കുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകം 8-ാമത്തെ അധ്യായം 1 മുതൽ 4 വാക്യങ്ങളിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധർ ചെയ്ത കാര്യങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നിടത്തൊക്കെ പ്രഖ്യാപിക്കണമെന്ന് കർത്താവ് ഈശോയുടെ കൽപ്പനയുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14:9. വിശുദ്ധർ സ്വർഗീയ ആരാധനയിൽ പങ്കെടുക്കണമെന്ന് വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വർഗീയ ആരാധനയിലാണ് നമ്മൾ പങ്കുചേരുന്നത്, വിശുദ്ധ കുർബാനയിലും മറ്റ് കൂതാശകളിലും പങ്കെടുക്കുമ്പോൾ. അങ്ങനെ വിശുദ്ധരോട് ചേർന്ന് നമ്മുടെ സ്വർഗത്തിലെ കൂട്ടുകുടുംബമാണ്. ആ സ്വർഗത്തിലെ കൂട്ടുകുടുംബത്തിൽ ഇന്ന് മാക്സിമിലിയൻ കോൾബയെ കൂടാതെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആൽബർട്ടോ പാൻറ്റോനി, ആൻ്റണി പ്രിമാൾഡോ, അർണഫ് ഓഫ് സൊയ്സ, അത്തനാസിയ ഓഫ് തിമിയ, കലിസ്റ്റസ് ഓഫ് ടോഡി, ദെമേത്രീസ് ഓഫ് ആഫ്രിക്ക, എബർഹാർഡ് ഓഫ് ഐൻസീദലൻ, എവ്സേബിയസ് ഓഫ് പാലസ്റ്റൈൻ, എവ്സേബിയസ് ഓഫ് റോം, ഫഹാനൻ ഓഫ് റോസ്, ഗുഗ്ലിയേൽമോ ഓഫ് പാർമ, മർസെല്ലോസ് ഓഫ് അപ്പാമേയ, സാങ്ക്തസ് ബ്രങ്കസീനോ, ഉർഫിച്ചിയൂസ് ഓഫ് നിക്കോമേദിയ, വെറൻഫ്രീദുസ്, martyred in Japan, Domingo Ibanez de Ercusia, Francisco Shoyemon, Elisabetta Renzi, Jesus of Barcelona, Lorenzo da Fermo, Rio Venus, martyred in the Spanish Civil War, Angel de la Red Perez, Angel Marina Alvarez, Antonio Luque Jurado, Antonio Maria Martin Povea, Antonio Tranco Andres, Arsenio de la Viuda Sola, Basilio González Herrero, Dionisio Perez Garcia, Eduardo Sainz Landaron, Ezequiel Prieto Otero, Felix Yuste Cava, Fernando Garcia de Dios, Francisco Santos Cadierno, Gaita Clauselas Balve, Joaquin Frade Eiras, Jokund Bonet Mersade, Jose Garcia Libran, Luis Suarez Velasco, Manuel Fernandez Herba Pereira, Natalio Camason Junguera, Ovidio Bravo Paras, Pedro Lopez Delgado, Ricardo Atanes Castro, Sebastian Sainz Lopez, Segundo Perez Arias, Vicente Rubiols Castello. സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബത്തോടൊപ്പം നമുക്കും ചേരാം പ്രാർത്ഥനയിലും ആരാധനയിലും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.